ലുക്ക് മിസ്റ്റർ പ്രവീൺ, ഡോക്ടറോടും വക്കീലിനോടും സത്യമായിട്ട് തന്നെ പറയണം. അതുകൊണ്ട് തന്നെ എന്താണ് ശരിക്കും ഈ ഡിവോഴ്സിന് കാരണം അത് കൃത്യമായിട്ട് പറയണം. നിങ്ങളെ ന്യായീകരിച്ചല്ല പറയേണ്ടത്, യഥാർത്ഥ കാരണം പറയണം. അതറിഞ്ഞാൽ മാത്രമേ എനിക്ക് നിങ്ങളെ ന്യായീകരിക്കാൻ പറ്റുകയുള്ളൂ. ഇല്ല, എനിക്കറിയാം. ഞാൻ സത്യങ്ങളൊക്കെ സത്യമായിട്ട് തന്നെ പറയാം. കാരണം ഞാൻ ഒരു നല്ല കാര്യം ചെയ്യാൻ പോയതിനാണ് ഈ പ്രശ്നമുള്ളത്. ചെറിയൊരു സമ്മാനം വാങ്ങിച്ചു കൊടുത്തതിന്റെ പേരിലാണ് ഈ പ്രശ്നം തുടങ്ങുന്നത്. ഞങ്ങളുടെ ഒന്നാമത്തെ വിവാഹ വാർഷികം ആകുമായിരുന്നു. അപ്പം വിവാഹ വാർഷികം എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം സ്പെഷ്യലാണ്. പ്രത്യേകിച്ച് ഒന്നാമത്തെ എന്ന് പറയുമ്പോൾ അത് വളരെ സ്പെഷ്യലാണ്. അതുകൊണ്ട് ഞാൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഒരു സമ്മാനം വാങ്ങിച്ചു കൊടുക്കണം. എനിക്ക് ഒരുപാട് സാമ്പത്തികമൊന്നുമില്ല സാറേ. അപ്പൊ ഞാൻ ഉള്ളതൊക്കെ അനുസരിച്ച് എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള സമ്മാനം വാങ്ങിച്ചു കൊടുക്കാമെന്ന് തീരുമാനിച്ചു. വിവാഹ വാർഷികത്തിന് സമ്മാനം കൊടുത്തതിൽ എന്താ പ്രശ്നം? എന്ത് സമ്മാനം കൊടുത്തത്? അങ്ങനെ ഞാൻ എന്ത് വാങ്ങിച്ചു കൊടുക്കുന്ന ഒരു പ്രശ്നം, ഒരു കൺഫ്യൂഷൻ. കാരണം ഇപ്പൊ ഞാൻ വാങ്ങിച്ചു കൊടുക്കുന്ന സാധനം ഇപ്പോൾ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അത് മോശമല്ലേ. അപ്പൊ ഞാൻ വിചാരിച്ച അവസാനം അവളോട് തന്നെ ചോദിക്കാവുന്നു. അങ്ങനെ അവളോട് ചോദിച്ചു നിനക്ക് എന്ത് സമ്മാനമാണ് വേണ്ടത്. ഓക്കെ, എന്താണ് ആഗ്രഹം പറഞ്ഞത്? അവൾ പറയുവാണ് ഡയമണ്ട് ഉള്ള എന്ത് സാധനമാണെങ്കിലും അവൾക്ക് സന്തോഷമാണ്, എന്താണെങ്കിലും അവൾ സ്വീകരിക്കുന്നു. ടു എക്സ്പെൻസീവ്. അതെ, ടു എക്സ്പെൻസീവ്. ഞാൻ പറഞ്ഞല്ലോ എനിക്ക് അങ്ങനെ ഒത്തിരി പൈസ ഒന്നുമുള്ള ആളല്ല. അപ്പൊ ഞാൻ അവസാനം എന്നാലും ഒരു ആഗ്രഹം പറഞ്ഞ സ്ഥിതിക്ക് വാങ്ങിച്ചു കൊടുത്തില്ലെങ്കിൽ മോശം. അപ്പം അറിയാമല്ലോ, നമ്മുടെ ഒന്നാമത്തെ വിവാഹ വാർഷികമാണ്. അപ്പം ഒരാഗ്രഹം പറഞ്ഞു, അത് സാധിച്ചു കൊടുത്തില്ലെങ്കിൽ ജീവിതകാലം മൊത്തം ഒരു ബുദ്ധിമുട്ടുണ്ടാവും. അതുകൊണ്ട് ഞാൻ അവൾ പറഞ്ഞ എന്താണ്, ഡയമണ്ട് ഉള്ള എന്ത് സാധനം കിട്ടിയാലും സന്തോഷമാണെന്ന്. അങ്ങനെ ഞാൻ ഡയമണ്ട് ഉള്ളൊരു സാധനം വാങ്ങിക്കാനായിട്ട് തീരുമാനിച്ചു. അപ്പൊ എന്റെ ഉള്ള ബഡ്ജറ്റ് ഒക്കെ അനുസരിച്ച് ഞാനൊരു ചെറിയ സമ്മാനം വാങ്ങിച്ച് പൊതിഞ്ഞ് കെട്ടിക്കൊണ്ട് കൊടുത്തു. ഓക്കെ, എന്നിട്ട് ഞാനിങ്ങനെ പൊതുക്കി കെട്ടി ഒരു ഗിഫ്റ്റ് ആയിട്ട് കൊണ്ട് കൊടുത്ത ഗിഫ്റ്റ് ഒക്കെ വാങ്ങിച്ച് തുറന്നു നോക്കിയിട്ട് എടുത്ത് തറോട്ടെ എന്നിട്ട് സാറേ ഒറ്റയേറ്. എന്നിട്ട് എന്നോട് പറയുവാണ് അവളുടെ കൂടെ ജീവിക്കാനുള്ള യോഗ്യത ഒന്നും എനിക്കില്ലെന്ന്. എനിക്കിഷ്ടപ്പെട്ടില്ല. ഒറ്റ പൊട്ടീര് കൊടുത്തു. തല്ലി. ഗാർഹിക പീഡനം സെക്ഷൻ വേറെയാണ്. നമ്മൾ ആണുങ്ങളല്ലേ സാറേ, ആണുങ്ങൾക്ക് ഒരു വിലയില്ലേ. ആ വില നശിപ്പിക്കാൻ നമ്മൾ സഹിക്കത്തില്ല. ആരാണെങ്കിലും ദേഷ്യപ്പെടും. ദേഷ്യത്തിന്റെ പേരിൽ അടിച്ചുപോയി. ഞാൻ സമ്മതിക്കുന്നു, ഞാൻ കള്ളം പറയുന്നില്ല. അദ്ദേഹം പറഞ്ഞ പോലെ വക്കീലിനോട് കള്ളം പറയത്തില്ല. ഞാൻ തല്ലിന്റെ കാരണം എന്താണ്, ഞാൻ വളരെ ആഗ്രഹിച്ച് മോഹിച്ചു കൊണ്ട് കൊടുത്ത സമ്മാനം അത് തുറന്നിട്ട് എന്റെ കൺമുമ്പിൽ വെച്ച് വലിച്ചെറിഞ്ഞു. മനുഷ്യനല്ലേ സാറേ? അതെ, അതിൽ നിങ്ങളുടെ ഭാഗത്തും ന്യായമുണ്ട്, പ്രൊവോക്കേഷൻ ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, അത് ശരി. നിങ്ങൾ എന്താണ് ഡയമണ്ടിന്റെ ഗിഫ്റ്റ് കൊടുത്തത്? നെക്ലേസ് ആയിരുന്നോ, ഡയമണ്ടിന്റെ മോതിരമാണോ, എന്താണ്? എന്റെ പൈസ ഇല്ലായിരുന്നു, വളരെ കുറച്ച് പൈസ ഉണ്ടായിരുന്നു. വളരെ കുറച്ച് പൈസ കൊണ്ട് വാങ്ങിക്കാൻ പറ്റുന്ന ഒരുപാട് ഡയമണ്ട്സ് ഒരു സമ്മാനമാണ് കൊടുത്തത്. ഒരുപാട് ഡയമണ്ട് ഉള്ള സാധനം ചീപ്പ് പ്രൈസിലേക്ക് ലഭിച്ചോ? നമ്മുടെ കാമുകിയാണല്ലോ പിന്നെ ഭാര്യയായിരുന്നു. അപ്പൊ ഞാനൊരു തമാശ രീതിയിലുള്ള ഉദ്ദേശിച്ചാണ് ചെയ്തത്. പക്ഷെ ഞാൻ അപ്പൊ ഒരുപാട് ഡയമണ്ട്സ് ഉള്ള ഒരു സമ്മാനം കൊണ്ട് കൊടുത്തു. ഓക്കെ, എന്ത് സാധനമാണെന്ന് പറയാമോ? ഞാൻ ഒരു വളരെ നല്ല സമ്മാനം കണ്ട് നമ്മുടെ സർപ്രൈസിംഗ് ആയിട്ടുള്ള സമ്മാനമാണ് കൊടുത്തത്. പറയോ, എന്താണത്? ഞാൻ അറിയട്ടെ. ഒരു ചീട്ട്, ഇതിനൊക്കെ ഇഷ്ടംപോലെ ഡയമണ്ട്സ് ഉണ്ടല്ലോ.